ഹലോ ആൾ വെൽക്കം ബാക്ക്. അപ്പോൾ നീറ്റ് എക്സാം പേപ്പറിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. എൻ്റെ കയ്യിൽ പേപ്പർ ഉണ്ട്. ഓക്കെ, പേപ്പർ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക, എങ്ങനെയാണ് എക്സാം എന്നുള്ളത് പറഞ്ഞുതരാം. എക്സാം ടഫായിരുന്നു. കാര്യം ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലിൽ പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു 30 മിനിറ്റിനുള്ളിൽ തന്നെ ഏകദേശം 400+ സ്റ്റുഡൻസാണ് എക്സാം ടഫായിരുന്നു. അതിൽ 2-3 ആളുകൾ മാത്രമേ ഈസി എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അത് വെറുതെ ഇട്ടതായിരിക്കും. അപ്പോൾ ഇത് എക്സാം പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ജസ്റ്റ് പെട്ടെന്ന് അതിൻ്റെ ചെയ്യും. എക്സാം പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ബയോളജി അത്യാവശ്യം ലെങ്തി പേപ്പറായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഒരുപാട്, പക്ഷേ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ മിക്സ് ആക്കി വന്നിട്ടുണ്ട്, അതായത് ബോട്ടണി സുവോളജി അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആക്കി വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത്, പൊതുവെ ബയോളജി വലിയ സീനില്ല, എന്നാലും കുറച്ച് ടഫായിരുന്നു. ഓക്കെ, ഒരു മോഡറേറ്റ് ലെവൽ എന്ന് പറയാം നമുക്ക്. പിന്നെ നമ്മളെല്ലാവരും തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ബയോളജിൻ്റെ ഒരു ഓവറോൾ ഐഡിയ ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ബയോളജി അല്ലേ. ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ല നിങ്ങൾ, ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ടൈമിലൊന്നും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഡിഫറെൻറ്റ് എക്സാം പാറ്റേൺ തന്നെ ആയിരുന്നു. പിന്നെ ഈ മാത്ത് ഫോളോയിങ് ഉണ്ടായിരുന്നു. ഇതൊക്കെ സിമ്പിളാണ്. മാത്ത് ഫോളോയിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ കെമിസ്ട്രീൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോഡറേറ്റ് ടു എന്താ പറയുക, ഈസി അല്ല, മോഡറേറ്റ് ടു ഹാർഡ്. അതായത് NCERT നിന്നുള്ള ഡയറക്റ്റായിട്ടും വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻസും കെമിസ്ട്രീൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുറച്ചൊക്കെ ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത്യാവശ്യം നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ഓർഗാനിക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു സീ വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഓർഗാനിക്കിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഫിസിക്കൽ കെമിസ്ട്രി ഒക്കെ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, എന്നാലും കുറച്ച് ഡിഫിക്കൽട്ടി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് പറയാനുള്ളത്, നമ്മൾ ഫിസിക്സ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ടഫായിരുന്നു. നല്ല ലെങ്തി പേപ്പറാണ് ഫിസിക്സ്. ഏകദേശം 2016 ശേഷം ഉള്ള നീറ്റിൻ്റെ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള നീറ്റ് പേപ്പർ ഇതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നത്. ഓക്കെ, ഒരിക്കലും നമ്മൾ എന്താ പറയുക, എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു പേപ്പറായിരുന്നു ഇത്. പിന്നെ ഫിസിക്സ് അത്യാവശ്യം നല്ലൊരു ലെങ്തി പേപ്പർ തന്നെയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലെങ്തി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് NCERT ഇന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. NCERT ഇന്ന് ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്, ജസ്റ്റ് വാല്യൂസ് ഒക്കെ മാറ്റിയിട്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല ലെങ്തി പേപ്പർ തന്നെയായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത്, അതായത് ഹയർ ലെവൽ ഓഫ് കോൺസെപ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് മാത്രമേ ഈ ഒരു പേപ്പർ എല്ലാ ക്വസ്റ്റ്യനും മര്യാദയ്ക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ കട്ട് ഓഫ് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇതിൽ ഏകദേശം 580+ ആയിരിക്കും കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഏകദേശം 550+ ആയിരിക്കും കട്ട് ഓഫ് എന്ന് പറയുന്നത് ഗവൺമെൻറ് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ മാത്രമാണ്, നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ തീർച്ചയായിട്ടും വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി എല്ലാ കട്ട് ഓഫിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ താഴെ പറയാം. പിന്നെ ഏതൊക്കെ കോളേജസ് ആണ് കിട്ടുന്നുള്ളതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും വാട്സപ്പിൻ്റെ ചാനലിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ കിട്ടും. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്.